കമ്മിറ്റി പരാതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിന് പുറത്ത് അന്വേഷണത്തിന് വേണ്ടി ഉത്തരവിട്ടു എന്ന് മനസ്സിലാക്കണം. അതിന്റെ നമ്പർ SHRC നമ്പർ 10-257/CR/2006 എന്നാണ്. 10-257/CR/2026 കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിന് വേണ്ടി ഫയൽ മാറിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ ബില്ലിൽ ഒരിടത്തും പേഷ്യന്റിന്റെ പേര് വരാതെയാണ് ആ വീഡിയോ എടുത്ത ഇവരുടെ സഹോദരി ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ എടുത്ത ആളും കൃത്യമായി ആ ഭാഗം വരാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. എയുടെ കാലമാണ്. നാളെ രാവിലെ നമസ്കാരം കൂട്ടുകാരെ. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ദിവസവും കാണുന്ന വിവാദങ്ങളിൽ മിക്കതും വെറും താൽക്കാലികമായിട്ടുള്ള ട്രെൻഡുകൾ മാത്രമായിരിക്കും. എന്നാൽ അതിൽ ചില വിഷയങ്ങളുണ്ട്. അതിന് പിന്നിൽ വലിയൊരു സോഷ്യൽ മീഡിയ അനാലിസിസ് ആവശ്യമാണ്. അത്തരത്തിലൊന്നാണ് അന്തരിച്ച കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ഒരു വിവാദം. കൂട്ടുകാരെ, ഇതൊരു വ്യക്തിഹത്യയല്ല, മറിച്ച് പുറത്തു വന്ന ചില വസ്തുതകളെയും അതുപോലെ തെളിവുകളെയും ഒക്കെ മുൻനിർത്തിയിട്ടുള്ള ഒരു വിശകലനമാണ്. ഇനി എന്തുകൊണ്ടാണ് ഒരു ജനത മുഴുവനും ഒരുമിച്ച് സ്നേഹിച്ച ഒരു സ്ത്രീ ഇന്ന് ഇത്രയധികം സംശയനിഴലിൽ നിൽക്കുന്നതെന്ന് അറിയാമോ? എന്തായാലും ഇതിന് പിന്നിലെ 3 പ്രധാന വശങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ നമുക്ക് വിശകലനം ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് വെച്ചാൽ ഈ ഒരു കേസിന്റെ ആദ്യത്തെ വശം എന്ന് പറയുന്നത് അത് നിയമപരമാണ്. അതായത് പൊതുപ്രവർത്തകരായിട്ടുള്ള സഹീർ കണ്ണൂർ കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷന് നൽകിയ ഒരു പരാതി ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ്. അത് SHRC നമ്പർ 10257/CR/2026 എന്ന നമ്പറിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു കോൺഫിഡൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് മാറിയിരിക്കും. ഒരു ക്യാൻസർ പേഷ്യന്റ് എങ്ങനെയായിരിക്കും അതിന്റെ പ്രൊസീജിയർ എന്താണെന്നും സാധാരണ ജനങ്ങൾക്ക് അറിയാവുന്ന സാഹചര്യത്തിലാണ് രേഷ്മ തങ്കച്ചൻ എന്ന രേണു സുധിക്കെതിരെ സഹീർ കണ്ണൂർ എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ ബഹുമാനപ്പെട്ട കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷന് പരാതി നൽകുന്നത്. അത് സ്റ്റേറ്റ് കമ്മിറ്റി പരാതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിന് പുറത്ത് അന്വേഷണത്തിന് വേണ്ടി ഉത്തരവിട്ടു എന്ന് മനസ്സിലാക്കണം. അതിന്റെ നമ്പർ SHRC നമ്പർ 10-257/CR/2006 എന്നാണ്. 10-257/CR/2026 കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിന് വേണ്ടി ഫയൽ മാറിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ആ വീഡിയോയിൽ ഞാൻ ചില കാര്യങ്ങൾ ഗോപ്യമായി വെക്കുകയും പല കാര്യങ്ങൾ തുറന്നു പറയാനും ശ്രമിച്ചു. അതെല്ലാം തന്നെ ഒരു ക്യാൻസർ പേഷ്യന്റ് അനുവർത്തിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഒപ്പം മലയാളത്തിന്റെ ഒരു സിനിമാ താരത്തെ വെച്ചുകൊണ്ടും ഒക്കെ തന്നെ ഈ പറഞ്ഞ രേണു സുധി സോഷ്യൽ മീഡിയയിൽ വരികയും തനിക്ക് വലിയ സാമ്പത്തിക ആവശ്യമുണ്ടെന്നും സാമ്പത്തികത്തിന്റെ അങ്ങേയറ്റത്തെ ആവശ്യകതയിലായിരിക്കും സഹായിക്കണം എന്ന് പറയുകയും എന്നെ സഹായിക്കാനുള്ളവർ എൻ്റെ 3 രാജ്യങ്ങളിലുള്ള ഏജന്റുമാരല്ലോ മാനേജർമാരെ ബന്ധപ്പെടണമെന്നൊക്കെയാണ് പറഞ്ഞത്. അതിനുശേഷം അവരുടെ സഹോദരി ഒരു വീഡിയോ വന്നിരുന്നു. ആ വീഡിയോയിൽ പറയുന്ന ഒരു മരുന്ന് ഫെസ്കോയാണ്. ഇതിന്റെ പ്രത്യേകത, ഇതൊരു ചർമ്മത്തിന്റെ അടിയിലേക്ക് പതുക്കെ കുത്തിവെക്കുന്ന ഒരു മരുന്നാണ്. കൂടാതെ കുത്തിവയ്പ്പിന് ശേഷം എന്തെങ്കിലും അലർജി പ്രതികരണം ഉണ്ടാകുന്നുണ്ടെന്ന് പരിശോധിക്കാൻ കുറഞ്ഞത് 30 മിനിറ്റോളം ഡോക്ടറെ നിരീക്ഷണത്തിൽ ഇരിക്കേണ്ടത്. ഇത് എടുക്കുന്നത് ഡോക്ടർ ആയിരിക്കണം. ആദ്യ ഡോസ് കഴിഞ്ഞ് 3 ആഴ്ചയ്ക്ക് ശേഷം അടുത്ത ഡോസ് എടുക്കാം. ഓരോ മെയിൻ്റനൻസ് ഡോസ് കഴിഞ്ഞ് 15 മിനിറ്റോളം നിരീക്ഷണം ആവശ്യമാണ്. തുടയുടെ ഭാഗത്തുള്ള ചർമ്മത്തിനടിയിലാണ് ഈ കുത്തിവയ്പ്പ് നൽകുന്നത്. ഓരോ തവണ ഇടത്തെ തുടയിലോ വലത്തെ തുടയിലോ മാറിയാണ് കുത്തിവയ്ക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് മുൻപ് കീമോതെറാപ്പിയോടൊപ്പം ഫെസ്കോ നൽകുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മൊത്തത്തിൽ 1 വർഷം പൂർത്തിയാകുന്നവരെ ഇത് തുടരേണ്ടി വരുന്നു. ഇത് സാധാരണ ബ്രസ്റ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗികൾക്ക് കൊടുക്കുന്ന ഒരു മരുന്നാണ്. ഇതിന്റെ വില എന്ന് പറയുന്നത് 2 ലക്ഷത്തിന് മേളിലാണ് എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ 2 ലക്ഷത്തിന് മുകളിലാണ് വില എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് എൻ്റെ മരുന്നിന് 2 ലക്ഷം രൂപയുണ്ടെന്നും 6 കീമോതെറാപ്പി ഉണ്ടെന്നും ആ കീമോതെറാപ്പിക്ക് മുമ്പ് ഇത് ചെയ്യണമെന്നും 6 കീമോതെറാപ്പിക്ക് മാത്രം ഇഞ്ചക്ഷൻ ഓപ്പറേഷൻ നടത്തും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞായിട്ട് പറയും. ഇവിടെ ഒരു ഔദ്യോഗിക, അതായത് ഒഫീഷ്യലി ഈ ഒരു പരാതി മനുഷ്യാവകാശ കമ്മീഷൻ സ്വീകരിച്ച് അതും രഹസ്യ അന്വേഷണത്തിന് ഉത്തരവിടണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിലെ പ്രഥമ ദൃഷ്ടിയ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വൈരുദ്ധ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത് അവർക്ക് ഒരു എന്തായാലും വെറും ഒരു സോഷ്യൽ മീഡിയ ട്രോളിനപ്പുറം ഈ ഒരു വിഷയം ഒരു ഒഫീഷ്യലി ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങി എന്നത് തന്നെയാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. കൂട്ടുകാർ, ഇവിടെയാണ് അടുത്തതാണ് രണ്ടാമത് നമ്മൾ നോക്കേണ്ടത്. അതായത് അവർ പുറത്തുവിട്ട തെളിവുകളാണ്. രേണുവിന് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നും അതിനായിട്ട് 2 ലക്ഷത്തിന് മുകളിൽ വില വരുന്ന ഫെസ്കോ എന്ന മെഡിസിൻ എടുക്കുന്നുണ്ടെന്നും അത് കാണിച്ച് കഴിഞ്ഞ ദിവസം അവരൊരു ബില്ല് അവരുടെ സഹോദരി മുൻപ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ബില്ലിനെ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ ചില ഗുരുതരമായിട്ടുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. ആ ബില്ലിലെ ഒരിടത്തും പേഷ്യന്റിന്റെ പേര് വ്യക്തമല്ല. ഒരു മെഡിക്കൽ ബില്ലിൽ പേഷ്യന്റിന്റെ പേര് മറച്ചു വെക്കേണ്ട കാര്യം എന്താണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കീമോതെറാപ്പിക്ക് മുമ്പ് ഇത് ചെയ്യണമെന്നും 6 കീമോതെറാപ്പിക്ക് മാത്രം ഇഞ്ചക്ഷൻ ഓപ്പറേഷൻ നടത്തും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞായിട്ട് പറയുന്നത്. പക്ഷെ അതിനുവേണ്ടി ബില്ല് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ബില്ലായിട്ട് പുറത്ത് വിട്ടിട്ടുണ്ട് അവരുടെ ചേച്ചി. ആ ബില്ലിൽ പറയുന്ന ഡേറ്റ് 13/11/2001 13/11/2001. 2003 ഇവർ ഹസ്ബൻഡ് മരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവർക്ക് ക്യാൻസർ ആണെന്നുള്ള വിവരം ഇവർ ഈ അടുത്ത സമയത്താണ് പൊതുജനത്തോട് പറയുന്നത്. ഈ മരുന്നിന്റെ വില 2,26,028 രൂപ 50 പൈസയാണ്. ഇതാണ് ഇതിന്റെ ബില്ലായിട്ട് അവർ കാണിച്ചിട്ടുള്ളത്. വ്യക്തമായി ബില്ലും ഞാൻ ഇതിനോട് യോജിപ്പിക്കുന്നു. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുള്ളത്, ഈ ബില്ലിൽ ഒരിടത്തും പേഷ്യന്റിന്റെ പേര് വരാതെയാണ് ആ വീഡിയോ എടുത്ത ഇവരുടെ സഹോദരി ചെയ്തിരിക്കുന്നത്. എടുത്ത ആളും കൃത്യമായി ആ ഭാഗം വരാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. എയുടെ കാലമാണ്.
നാളെ രാവിലെ അത് AI ആണെന്ന് ഒരുപക്ഷെ ഈ രേഷ്മ തങ്കച്ചൻ പറഞ്ഞുകൂടാന്നില്ല. കാരണം നമ്മളൊക്കെ AI യുഗത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ പോലും അതിനു മുമ്പ് AI യുഗത്തിലെത്തി പൊതുജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ പറഞ്ഞ രേഷ്മ തങ്കച്ചൻ എന്ന രേണു സുധി. ഇടയ്ക്കൊരു കാര്യം പറയാൻ മറന്നുപോയി. ഷഫീന ബി മാഡം എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം അവർ യൂട്യൂബ് ചാനലിൽ അതുമായി ബന്ധപ്പെട്ട റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോൾ ഈ പറഞ്ഞ രേണു സുധിക്കും ആയിട്ടുള്ള ഒരു വിഷയത്തിൽ ആരോ ഒരാൾ പരാതി കൊടുത്തതിൻ്റെ പുറത്ത് അവർ വിദേശത്ത് നിന്ന് വന്ന സമയത്ത് പിടിച്ചെന്നും അന്വേഷിച്ചെന്നും ഒക്കെ പറഞ്ഞിരുന്നു. അത് അങ്ങനെയല്ല പറയേണ്ടത്, അത് ശരിക്കും നടന്ന കാര്യമാണെന്ന് പറഞ്ഞു. അത് നടന്ന കാര്യമാണെന്ന് എനിക്ക് എന്നാലും ഇന്നത്തെ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്കറിയാം AI ഉപയോഗിച്ച് ഈ വ്യാജരേഖകളൊക്കെ നിർമ്മിക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അത് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. എന്തായാലും പേര് കാണിക്കാത്ത ഒരു ബില്ലിന്റെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഒളിച്ചുകളിയാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകർ പോലും ഇപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ, അതായത് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വശം എന്ന് പറയുന്നത് ഇതിന്റെ സാമ്പത്തിക പശ്ചാത്തലമാണ്. ഒരു വശത്ത് ചികിത്സയ്ക്കായിട്ട് ലക്ഷങ്ങൾ വേണമെന്ന് പറഞ്ഞങ്ങളിൽ നിന്ന് സഹായം തേടുമ്പോൾ മറുവശത്ത് അവരുടെ സ്വന്തം മാനേജറായിട്ടുള്ള കരിഷ്മയുടെ ഒരു ഓഡിയോ ക്ലിപ്പും പുറത്തു വരുന്നുണ്ട്. അതിൽ കരിഷ്മ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവർക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലിൽ നിന്ന് നല്ല വരുമാനമുണ്ട്, മന്ത്രി ഉൾപ്പെടെയുള്ളവർ സഹായിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇനി ആരുടെയും പണം വേണ്ട എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെയാണ് ലോജിക്ക് നഷ്ടപ്പെടുന്നത് കേട്ടോ. സ്വന്തം മാനേജർ പണം വേണ്ട എന്ന് പറയുമ്പോഴും എന്തിനാണ് ഈ രേണു സുധി വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയയിൽ വന്ന് പണപ്പിരിവ് നടത്തുന്നത്? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആ പരാതിയുമോ അതുമായി ബന്ധപ്പെട്ട രേഖയോ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയാതിരുന്നത്. മാഡം അതിനകത്ത് ക്ഷമിക്കുക. പിന്നെ അനാഥാലയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പോലും കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കാനാണ് ഞാൻ പലപ്പോഴും ശ്രമിക്കുന്നത്. അതിന് മാഡത്തിന് സോറി പറയുന്നു. ഞാൻ അറിയാതെ പറഞ്ഞതല്ല. ഇതുകൊണ്ടാണ്, രേഖകൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. പൊതുവിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അതിൻ്റെ സത്യാവസ്ഥ വെച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു ബലം കിട്ടുകയും സത്യം ജനങ്ങൾ അറിയുകയും ചെയ്യും എന്നതുകൊണ്ടാണ് ഞാൻ അത്തരം ഒരു നടപടി സ്വീകരിച്ചത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും ഈ മരുന്നിന് 2,02,228 രൂപയാണ് ഇതിൻ്റെ വില. എന്ന് വെച്ചാൽ 2 ലക്ഷം രൂപ എന്ന് കൂട്ടുക. അങ്ങനെ 6 എണ്ണം, അപ്പോൾ 12 ലക്ഷം രൂപ വേണം എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷെ ചോദ്യം ഇതൊന്നുമല്ല. ഇതേ മരുന്ന് ഇവിടുത്തെ നിർധനരായ രോഗികൾക്കും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ രേണു സുധിയുടെ കാർഡ് എന്ന് പറയുന്നത് BPL ആണെന്ന് ഞാൻ മനസ്സിലാക്കുക. അന്വേഷിച്ചപ്പോൾ BPL കാർഡാണെന്ന് മനസ്സിലാക്കുന്നത്. BPL കാർഡുള്ള രേണു സുധിക്ക് ഇത് നമ്മുടെ കാരുണ്യയിൽ നിന്ന് വില കുറച്ച് കിട്ടും. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ പറഞ്ഞ ആളിന് ഏകദേശം BPL കാർഡ് അല്ല, അവർക്ക് അതിന് മുകളിലോട്ടുള്ള വെള്ള കാർഡാണെങ്കിൽ അല്ലെങ്കിൽ നീല കാർഡാണെങ്കിൽ അത് ബന്ധപ്പെട്ട DMO വഴി നേരെ പോയി കളക്ടർ എടുത്ത് കഴിഞ്ഞാൽ കളക്ടർ ഈ പേഷ്യന്റിനുള്ള മുഴുവൻ മെഡിസിനും ഈ പറഞ്ഞ BPLകാർക്ക് കിട്ടുന്ന എല്ലാം തന്നെ കിട്ടും. അത് ഇവർക്ക് മാത്രമല്ല കിട്ടുന്നത്, അത് ഡയാലിസിസ് പേഷ്യൻസിന് വരെ കിട്ടും. വെള്ളക്കാർഡാണെങ്കിൽ പോലും ഡയാലിസിസ് പേഷ്യൻസിന് വേണ്ട കാര്യങ്ങളും സർക്കാർ ആശുപത്രിയിൽ നിന്ന് കിട്ടും. ഇപ്പം സ്വകാര്യ ആശുപത്രിയിൽ ബില്ല് കൂടിയതുകൊണ്ടാണല്ലോ ഇവിടുന്ന് പത്തനംതിട്ട ജില്ലയിലെ ഹോസ്പിറ്റലിൽ നിന്ന് കോട്ടയത്തേക്ക് പോയത്. അപ്പോൾ കോട്ടയത്തേക്ക് പോയപ്പോഴും എവിടുന്ന് വന്നു ഈ പൈസ? അപ്പോൾ പിന്നെ എന്തിനാണ് പണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവിടെയാണ് അതിന്റെ ചോദ്യം. ഓരോ സമയം രേണു സുധി സമൂഹത്തോട് പറയുന്ന കാര്യങ്ങൾക്ക് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പൊതുസമൂഹം അറിയുന്നത് കൊണ്ടാണ് അവരെ ആൾക്കാർ എതിർക്കുന്നതും അവർ പറയുന്നതിനകത്ത് വിശ്വാസ്യത തേടിപ്പോകും. അതായത് രേണു സുധി എന്ന ആളിന് ക്യാൻസർ വന്നതിലാരും സന്തോഷിക്കുന്നില്ല എന്ന് ആ കുടുംബം മനസ്സിലാക്കണം. ഞാനോ വേറോ ഒരാൾ പോലും സമൂഹത്തിലെ ഒരാൾ പോലും ഒരാൾക്കും വരല്ലേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു അസുഖമാണിത്. ഒരസുഖം വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖം ഉള്ള ആൾ പ്രവർത്തിക്കുന്ന രീതിയിലല്ല ഇവർ പ്രവർത്തിക്കുന്നത്. പക്ഷെ നമുക്കൊരാളിന് വിൽ പവർ ആവശ്യമാണ്, രോഗങ്ങളിൽ നിന്ന് പുറത്തു വരാൻ വിൽ പവർ ആവശ്യമാണ്. ഇത് ഓവറായി പോകുമ്പോഴും ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു സിനിമാ താരത്തെ പിടിച്ചെടുക്കി അവരെ കൂടെ ഇരുത്തി വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്ത് അവരുടെ ഫോട്ടോ വെച്ച് പോലും ഇങ്ങനെ ഒരു പണപ്പിരിവ് നടത്തുന്ന പോലെ ജനത്തിന് തോന്നുന്നതുകൊണ്ടാണ് പ്രിയപ്പെട്ട രേഷ്മ തങ്കച്ചൻ താങ്കൾക്കെതിരെ പലരും വീഡിയോ ചെയ്യുന്നത്, നിങ്ങൾക്കെതിരെ പരാതി അയക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ആ പരാതിയിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്, അല്ലെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ സത്യമുണ്ട്, വസ്തുതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സംസ്ഥാന ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ കമ്മീഷൻ ഈ പറഞ്ഞ രീതിയിൽ ആ പരാതി ഫയൽ സ്വീകരിക്കുകയും അത് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടായിട്ട് അന്വേഷണം വിടുകയും ചെയ്തത്. ഇത് രണ്ടും തങ്ങളിൽ ഒന്ന് ടാലിയാകുമ്പോൾ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കത്തുള്ളൂ. നാളെ രാവിലെ ഇതൊക്കെ ശരിയല്ല മറ്റേ ശരിയാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ എന്ത് ചെയ്താലും അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി PR വർക്കിന് വേണ്ടി ഒരു ടീമിനെ ഉള്ളപ്പോൾ കിട്ടുന്ന പണത്തിനകത്ത് ഒരു വിഹിതം കൊടുത്ത് PR വർക്ക് ചെയ്യുന്ന പല ആൾക്കാരും, ഈവൻ അനാഥാലയങ്ങൾ വരെ നമ്മുടെ നാട്ടിലുള്ള PR വർക്ക് നടത്തുന്ന അനാഥാലയങ്ങൾ വരെ ഉള്ളിടത്തോളം കാലം ഇതിനെയൊക്കെ നമ്മൾ പറയുന്ന സത്യത്തെ മൂടി വെക്കാൻ വേണ്ടിയുള്ള എല്ലാ കരുക്കളും അവർക്ക് കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ മൂടുപടങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന സത്യത്തെ പുറത്തു കൊണ്ടുവരികയാണ് ഒരു നല്ല പൊതുപ്രവർത്തനം ചെയ്യേണ്ടത്. അതാണ് സഹീർ കണ്ണൂർ ചെയ്തതും ഷഫീന ബീബി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെയാണ്. അതിന് അവരെ വഴക്ക് പറഞ്ഞിട്ടോ അവരുടെ കയറി കുതിര കയറിയിട്ടോ അവർക്കെതിരെ തെറിവിളിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ലെന്ന് ഇനിയെങ്കിലും ഈ രേഷ്മ തങ്കച്ചൻ മനസ്സിലാക്കണം. രേഷ്മ തങ്കച്ചൻ എന്ന സ്ത്രീയോട് ഈ സമൂഹത്തിനുള്ള സ്നേഹം എന്താണെന്ന് ചോദിച്ചാൽ, ആൾക്കാർക്കുണ്ടായ സ്നേഹം എന്താ വെച്ചാൽ അവരുടെ ഹസ്ബൻഡായ രേണു സുധിയോടുള്ള താല്പര്യത്തിനപ്പുറം ഒന്നും അല്ലായിരുന്നു കൂടി മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ രേഷ്മ തങ്കച്ചനെ പൊതുജനം അറിഞ്ഞതും ഈ രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്തുകൊണ്ട് പോകുന്നതും. അല്ലാതെ ബ്ലോഗർ ആയതുകൊണ്ടും അവർ ബ്ലോഗർ ആവാനുള്ള കാരണം ഈ പറഞ്ഞ മനുഷ്യനാണെന്ന് നോക്കണം. അപ്പോൾ ഭർത്താവിന്റെ പേര് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവ ഏറ്റവും അവസാനം വരുന്ന മറുപടി വിവരം എന്ന് പറയുന്നത് ഭർത്താവിന്റെ പേര് ഭർത്താവിന്റെ ആദ്യ ഭാര്യയിൽ ഉണ്ടായ മകൻ ഉപയോഗിക്കാൻ പാടില്ല എന്ന രീതിയിൽ അവൻ ആ പേരിൽ അറിയപ്പെടാൻ പാടില്ല, അതിനോട്ട് ടച്ച് ഉണ്ടാവാൻ പാടില്ല, അവനെ വേർതിരിച്ചുകൊണ്ട് വേണം അത് പുറത്തേക്ക് വരാൻ, അവൻ ആ പേര് സുധി എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് പുറത്തു വരുന്നത്. ഞാൻ മുൻ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ ഏറ്റവും അവസാനം ഒരു സ്വന്തം മകന്റെ പേര് സ്വന്തം മകൻ ഇപ്പോഴുള്ള അവരുടെ കുഞ്ഞിന്റെ പേരിൽ പോലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഈ ഇത്രയേറെ വരുമാനമുള്ള ഒരാൾ വീണ്ടും വീണ്ടും പൈസ ചോദിക്കുകയും
കഷ്ടമാണെന്ന് പറയുകയും ഒരു സമയത്ത് രോഗിയായി കിടക്കുകയും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം പെട്ടെന്ന് ഉദിച്ചുയർന്നു വന്നിട്ട് എന്താണ് പറയുന്നത്, ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വന്നിട്ട് വീണ്ടും സമൂഹത്തിലുള്ള മറ്റു ആൾക്കാരെ, മാന്യന്മാരോ അല്ലാത്തവരോ അവർക്ക് വിരോധമുള്ളവരെ തെറിവിളിക്കുകയും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ സമൂഹത്തിന് പറയുകയും ചെയ്യുമ്പോൾ ഏതൊരു വ്യക്തിക്കും സംശയമുണ്ടാകും. എല്ലാ സംശയങ്ങൾക്കും മറുപടി പറയാൻ പറ്റുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരേണ്ടത്. ഇവരൊരു വലിയ സെലിബ്രിറ്റി ഒന്നും അല്ലാത്തതുകൊണ്ടാണ് ഒരുപക്ഷെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരാത്തത്. അതുകൊണ്ട് രേഷ്മ തങ്കച്ചിന് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കരണീയമായ കാര്യം ഈ ബില്ലിന്റെ ഉടമ ആരായിരുന്നു എന്ന് നിങ്ങൾ തെളിയിക്കണം. എന്തായാലും ഇത് കൊല്ലം സുധിയുടെ ജനങ്ങളുടെ ഒരു സഹതാപത്തെയും സ്നേഹത്തെയും ഒക്കെ ബോധപൂർവം ചൂഷണം ചെയ്യുന്ന ഒരു PR സ്ട്രാറ്റജി ആണോ എന്ന് തന്നെയാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു സ്വർണ്ണക്കടത്ത് പോലുള്ള വലിയ കേസുകളിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു കവചമായിട്ട് തന്നെയാണ് ഈ ഒരു രോഗത്തെ ഉപയോഗിക്കുന്നത് എന്നാണ് ഇവിടെ ചോദ്യം. ആ ഒരു ചോദ്യവും പ്രസക്തമാണ്. കൂട്ടുകാരെ, ഇതിന്റെ അവസാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നാണ്, ഒരു വ്യക്തിക്ക് രോഗം വരുന്നത് ആർക്കും സന്തോഷമുള്ള ഒരു കാര്യമൊന്നുമല്ല. അവർക്ക് അസുഖമുണ്ടെങ്കിൽ അത് മാറട്ടെ എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ രോഗത്തിന്റെ മറവിൽ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ അത് സമൂഹത്തോട് ചെയ്യുന്ന വലിയൊരു ചതി തന്നെയാണ്. എന്തായാലും നിയമപരമായിട്ടുള്ള അന്വേഷണത്തിലൂടെ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള സത്യാവസ്ഥ ഉടൻ തന്നെ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ കൂട്ടുകാരെ, നിങ്ങളുടെ കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകൾ എന്താണ്? കമന്റ് ബോക്സ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.